ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരു എപ്പിസോഡ്, മദ്യപാനി ദ ട്രങ്കാർഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഓഫ് കോഴ്സ് ഇറ്റ്സ് മദ്യപാനി സോളോ ഡ്രിങ്കിങ് വീഡിയോ. കാരണം മദ്യപാനി ഒറ്റയ്ക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് എ സോളോ വീഡിയോ. സോ ഇന്ന് നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ മൈ സെലക്ഷൻ മാത്രമല്ല 8 ബെസ്റ്റ് ബ്രാൻഡ്സ് ഓഫ് ബിയേഴ്സ് ഇൻ ഇന്ത്യ. അതായത് 8 ബെസ്റ്റ് ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളും കൂടെ അടങ്ങിയിട്ടുണ്ട്. കാരണം ഒരുപാട് ബ്രാൻഡുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ. കാരണം ഇന്ത്യയുടെ തന്നെ ബ്രാൻഡുകളുണ്ട്, ഇന്ത്യക്കകത്തോട്ട് കൊണ്ടുവന്ന ബ്രാൻഡുകളുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ബിയേഴ്സ് ആർ അവൈലബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ നിന്ന് നല്ല ബിയറുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇത്തിരി ചടങ്ങ് പിടിച്ചൊരു കാര്യമാണ്. പക്ഷേ ഐ ഹാവ് ദ റിസോഴ്സ് ആൻഡ് ഐ ഹാവ് ദ ഡേറ്റ. അതുകൊണ്ട് തന്നെ ആ 8 ബ്രാൻഡുകൾ ഞാൻ നോക്കിയപ്പോഴും കുഴപ്പമില്ല, നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും സാധ്യതയുണ്ടെന്നുള്ള ധാരണയോട് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ 8 ബ്രാൻഡ് നിങ്ങൾക്ക് മുമ്പിൽ. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂറിയസ് ടു യുവർ ഹെൽത്ത്. അതുകൊണ്ട് തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് തന്നെ എപ്പോഴും വളരെയധികം പ്രിക്കോഷൻ എടുത്ത് മാത്രം, വളരെ റെസ്പോൺസിബിളായിട്ട് മാത്രം മദ്യപിക്കുക. വെള്ളമടിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, വെള്ളമടിക്കാത്തവർ കണ്ടിട്ട് വെറുതെ നമ്മളെ വെറുപ്പിക്കാൻ നിൽക്കേണ്ട. സോ വ്യൂവർ ഡിസ്കഷൻ ഇസ് സ്ട്രിക്ട്ലി മാൻഡേറ്ററി അഡ്വാൻസ്. ക്വാളിറ്റീസ് ഓഫ് ബിയർ എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിനുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ അല്ല. കാരണം നമുക്കിപ്പോൾ ഒരു ബിയറിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അതിനെക്കുറിച്ച് A to Z നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ ഇത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാതെ റിലേറ്റീവ്ലി നമുക്ക് ഏകദേശം ഒരു സാദൃശ്യമുള്ള ഒരു കമ്പാരിസൺ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറാ 91 കുടുംബത്തിലെ ബീറ ബൂമാണ് നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത്. രണ്ട് ബോട്ടിൽസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബീറുകളിൽ ഒന്നാണ് ബീറ ബൂം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അധികം ബൂസ് ആവത്തില്ല, നമുക്ക് താരതമ്യം നമുക്കൊരു പാർട്ടി മൂഡ്, ഞാൻ എപ്പോഴും വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി മൂഡായിട്ടൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു ബീറാണ് ബീറ ബൂം എന്ന് പറയുന്നത്. 650 ഒരു ബോട്ടിലിന് 6% ABV ആണ്, അതായത് ആൽക്കഹോൾ കണ്ടന്റ്. 130 രൂപയേ ഉള്ളൂ ഒരു ബീറ ബൂമിന്. പക്ഷെ നല്ലൊരു തിരക്കുള്ളൊരു ബിയറാണ്, നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളൊരു ബിയറാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബിയറാണ്. ആക്ച്വലി ഒരു പ്രീമിയം ബിയറായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം സ്ട്രോങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ പ്രീമിയം ബിയർ. നല്ല ഒന്നാം തരം ബീഫ് ഫ്രൈ ആണ് ഗായ്സ്. So, with all your permission, the first cheers of the night is here. Cheers with you all. ഒന്നും പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബിയർ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലി സൂപ്പർബാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവിടുത്തെ ബീഫ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് മാത്രമേ ഞാൻ അങ്ങനെ ബീഫ് ഞാൻ മേടിച്ച് കഴിക്കാറുള്ളൂ ആക്ച്വലി. കാരണം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രിപ്പറേഷനാണ് ഇവിടുത്തെ. സൂപ്പർ. അപ്പോൾ ഒരിക്കൽ കൂടെ സെയിം ക്വാളിറ്റി, ദ സെയിം ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിൽ ഒരു നഷ്ടമില്ല. എന്താണ് ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബിയർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ട് സമ്മർ ഡേ, അത് നല്ല ചൂടുള്ളൊരു ദിവസം, വളരെ മൈൽഡായിട്ട് സ്മൂത്തായിട്ടൊരു ഡ്രിങ്ക് എൻജോയ് ചെയ്ത് ബോഡി കൂൾ ചെയ്യാനായിട്ടും നമുക്ക് മനസ്സിനൊരു ഉണർവ് തരാനും ഒരു ഉന്മേഷം തരാനും ഒക്കെ ആയിട്ടാണ് നോർമലി നമ്മൾ ബിയർ കഴിക്കുന്നത്. അല്ലാതെ ബിയർ ആരും അടിച്ച് കിണ്ടിയാവാനോ അടിച്ച് കിക്കാവാനോ വേണ്ടി ആരും ബിയർ കഴിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ കഴിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഐ ഡോണ്ട് ഡു ദാറ്റ്. കാരണം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റ്, അത്ര ഞാൻ ബിയർ കണക്കാക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടോപ്പിക്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യാനൊക്കെയാണ് ഞാൻ ബിയർ നോർമലി കഴിക്കുന്നത്. പിന്നെ നമ്മളൊരു ഒരു പാർട്ടി മൂഡൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ബിയർ നമ്മൾ കഴിക്കും. മനസ്സിലായോ? ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, വർക്കൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടയേർഡായിട്ട് രാവിലെ ഒറ്റയിരിപ്പൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും വർക്ക് ലോഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചിൽഡ് ബിയർ കഴിക്കാനൊക്കെ സത്യം പറഞ്ഞാൽ കൊതി വരും. അത് ആ മദ്യത്തിനോടുള്ള ആസക്തി ഉണ്ടല്ല, ആ ഒരു ബിയർ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ നമുക്കൊരിക്കലും ലിക്കർ കഴിക്കാൻ നമുക്ക് കിട്ടത്തില്ല. അത് ആരോട് പറഞ്ഞെന്ന് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതാണ് സത്യം. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കുന്നവർക്കാണ് അത് മനസ്സിലാക്കിയവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ ഒരുപാട് ടയേർഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത ചിൽഡ് ബിയർ കഴിക്കുമ്പോൾ ഫീല് വേറെ ഒന്നിനും കിട്ടത്തില്ല. ലിക്കറിന് ഒരിക്കലും തരാനാണ്. അപ്പോൾ 1500 BC-യിലാണ് നമ്മുടെ ബിയറിൻ്റെ ആക്ച്വൽ ഒരു എൻട്രി നമ്മുടെ ലോകത്തേക്ക് തന്നെ വന്നത്. അതായത് ഒരു എന്താ പറയുക, റൈസ്, ബാർലി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇതെല്ലാം കൂടെ ചേർത്തൊരു മിശ്രിതമാക്കി അന്നത്തെ അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറ, SURA. സുറ എന്നാണ് ഈ ഒരു ബിയറിൻ്റെ പൂർവികന് അന്ന് അറിയപ്പെട്ടുന്ന പേര്. 1900 BC-യിലായിരുന്നു കേട്ടോ. സുറ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ റെക്കഗ്നൈസ്ഡ് ബിയർ അല്ല, ബിയറിൻ്റെ ഒരു പൂർവികൻ. അതായിരുന്നു അന്നത്തെ ആൾക്കാർ ബിയറായിട്ട് കഴിച്ചിരുന്ന സാധനം. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കെ പിന്നെ സുറ കഴിച്ച ആൾക്കാർ അടിച്ച് കിണ്ടിയാവാൻ തുടങ്ങി, എൻജോയ്മെൻ്റ് എല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1830 എഡ്വേർഡ് എബ്രഹാം ഡ്രയർ എന്ന് പറയുന്നൊരു പുള്ളിക്കാരൻ, ആ പുള്ളി കണ്ട നമിക്കണം കേട്ടോ, ചത്ത് മണ്ണ് മറിഞ്ഞ് പോയി, എന്നിരുന്നാലും പുള്ളിക്കാരൻ നമിക്കണം. ആ പുള്ളിക്കാരൻ യുണൈറ്റഡ് കിങ്ഡം UK-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബ്രൂവറി സ്റ്റാർട്ട് ചെയ്തു. ആ ബ്രൂവറിയുടെ പേര് കസൗലി ബ്രൂവറി എന്ന് പറയും. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബ്രൂവറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ആൾക്കാർ വളരെയധികം പോപ്പുലറായി. ബ്രൂവറിയിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ്, വിച്ച് മീൻസ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, നമ്മുടെ ബിയർ, അത് വളരെയധികം പോപ്പുലറായി. ആൾക്കാർക്കിടയിലൊരു, ഇപ്പോഴത്തെ ജനറേഷനിൽ പറയുകയാണെങ്കിൽ വൈബ്, ട്രെൻഡിങ്, അങ്ങനെ പല വാക്കുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയായി മാറി കസൗരി ബ്രൂവറി. അവിടെ നിന്നുണ്ടാക്കുന്ന ബിയർ എന്നുള്ള സാധനം വളരെയധികം പോപ്പുലറായി അങ്ങ് പോയി. അങ്ങനെയാണ് ഈ പരിവേഷത്തിൽ ഇപ്പം നമ്മുടെ കൈകളിലൊക്കെ നിസ്സാരം എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ബിയർ ഇങ്ങനെ മാറിക്കഴിഞ്ഞത്. അതാണ് ബിയറിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഓഫ് ബിയർ ഇൻ ഇന്ത്യ, അതിൻ്റെ ലിനേജ്, അതിൻ്റെ ഫോസിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സുറയിൽ നിന്നാണ് ബിയർ ഉണ്ടായത്. ടോപ്പ് 8 popular and best beers in India. That's a topic. അപ്പോൾ ആ ടോപ്പ് 10 ലിസ്റ്റിലേക്ക് വരും, ടോപ്പ് 8 ലിസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ബിയർ കയ്യിലുള്ളത് ഒരു കോൺഫിഡൻസ് ആണ്, അതെൻ്റെ അഹങ്കാരമാണെന്ന് കൂട്ടിക്കുക ഗായ്സ്. ഓക്കെ, ഇൻ ദി 8th സ്പോട്ട് ഏത് ബിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 Fields എന്ന് പറഞ്ഞൊരു ബിയറാണ്. ഇതാ ഈ കാണുന്ന സാധനം ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുല്ലോ. 6 Fields ബെൽജിയൻ ബേസ്ഡ് വിറ്റ് ബിയറാണ് 1ാം സ്ഥാനത്ത്. കാരണം ഇത് വളരെയധികം പോപ്പുലറാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി പ്രീമിയം ടേസ്റ്റാണ് ഇതിൽ പറയുന്നത്. വിറ്റ് ബിയർ ആണെന്ന് കരുതി ഇപ്പോൾ MDക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അത് കൊള്ളത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ടേസ്റ്റ് ബഡ്സിന് അത് ഒത്തിരി താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ 6 Fields എന്ന് പറഞ്ഞ ബിയറാണ് പോപ്പുലർ ബിയറുകളിൽ ഒന്ന് ഇന്ത്യയിൽ. ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു എക്സോട്ടിക് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നല്ലൊരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും പോപ്പുലാരിറ്റി ഇതിന് കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. 6 Fields എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ടാഗൊന്നും നമുക്കറിയില്ല ആക്ച്വലി. അപ്പോൾ ഇതാണ് പോപ്പുലാരിറ്റി ബേസുള്ള ബിയറുകളിൽ 8 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പ്രൈസ് ടാഗ് എല്ലാത്തിൻ്റെ ഒന്നും എനിക്കറിയില്ല, അറിയാവുന്നതിൻ്റെ എല്ലാം പ്രൈസ് ടാഗ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. കമ്മിങ് ടു ദ 2nd സ്പോട്ട്. ചീട്ട് കളിക്കുന്നവർക്കൊക്കെ വളരെയധികം അറിയാവുന്നൊരു പേരാണ്. നമുക്കൊരു മലയാളത്തിലൊരു സിനിമയുണ്ടായിരുന്നു, ഗോഡ് ഫാദർ. അതെ ഗായ്സ്, ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു ബിയറാണ് വളരെയധികം പോപ്പുലറാണ്. വളരെയധികം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലെജൻഡറി ബിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ബിയറാണ് 2nd സ്പോട്ടിൽ. കാരണം ഇത് ഒരുപക്ഷെ ഒരുപാട് ഏറ്റവും
പഴക്കമുള്ള ഒരു ബിയറുകളിൽ ഒന്നാണ് ഗോഡ് ഫാദർ ബിയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ. കാരണം അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സെപ്ഷണൽ ടേസ്റ്റാണ്. അതിന് 2 വേരിയൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗോഡ് ഫാദർ സൂപ്പർ 8, ഇത് വേൾഡ് കപ്പ് ഒന്നുമല്ല, സൂപ്പർ 8ഉം സൂപ്പർ 16 കാണാനായിട്ട്. സൂപ്പർ 8 എന്ന് പറയുന്ന വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 8% ABV. പിന്നെ ലെജൻഡറി എന്ന് പറയും, അത് 7.2% ABV ആണ്. നമ്മുടെ ഇവിടെ നിന്ന് മഷിയിട്ട് നോക്കിയപ്പോലും കേരളത്തിൽ കിട്ടത്തില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിയേഴ്സ്. അപ്പോൾ ഗോഡ് ഫാദറിൻ്റെ ഈ 2 വേരിയൻസ് ആണ് സൂപ്പർ ആയിട്ടുള്ള സൂപ്പർ 8ഉം പിന്നെ ലെജൻഡറി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റുമാണ്. ഗോഡ് ഫാദറിനുള്ള 2 വേരിയൻസ്. ഇത്രയും ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയധികം പോപ്പുലാരിറ്റി കിട്ടിയത് മക്കളെ. ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം ഫോർ നമ്പർ 3. അതെ, 3ാമത്തെ സ്പോട്ടിൽ ഏത് ബിയറാണെന്ന് അറിയണ്ടേ? ഇത് ഈ പേര് കേട്ടാൽ നിങ്ങൾ രോമാഞ്ചം കൊള്ളും. രോമാഞ്ചം, നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ. ഇത്രേ ഉള്ളൂ. അത് നമ്മുടെ ഇപ്പം ഈ കുറച്ച് തുളുമ്പിപ്പോയിട്ടോ. ആ തുളുമ്പിപ്പോയത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രങ്കൻ ജി പറയുന്ന പോലെ ആത്മാക്കൾക്ക് കൊടുത്താണെന്ന് വിചാരിക്കാം. നമ്മുടെ 3ാം സ്ഥാനത്ത് ഏത് ബിയറാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കേട്ടുകേൾവിയുള്ള, നമ്മൾ കന്നി വെള്ളവടി അടിക്കുന്ന, കന്നി ബിയർ അടിക്കുന്നവർ ഏറ്റവും ആദ്യം അടിക്കുന്ന ബിയർ, ഈ ഞാൻ പോലും ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ വെള്ളവടി തന്നെ തുടങ്ങിയത് ഈ ഒരു ബിയറിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഓഫ് എ ബിയർ, ഇറ്റ്സ് നമ്മുടെ സ്വന്തം 2 വാക്കിൽ അറിയപ്പെടുന്ന KF, കിങ്ഫിഷർ ബിയറാണ് 3ാം സ്ഥാനത്തുള്ളത്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് അത് 1ാം സ്ഥാനത്ത് വന്നില്ല എന്ന്. എനിക്കറിയാൻ പാടില്ല. കാരണം ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ ഒരുപാട് ബിയറുകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോൾ നോക്കി കഴിക്കുന്നവരാണെങ്കിൽ കിങ്ഫിഷറിൻ്റെ സ്ട്രോങ് ഉണ്ട്. എലിഫൻറ്റ് സ്ട്രോങ് ഒന്നുമല്ല, കിങ്ഫിഷർ സ്ട്രോങ് ബിയർ ഉണ്ട്. പിന്നെ കുറച്ച് പ്രീമിയം, പ്രീമിയം, അത് കേക്ക് ബിയറിൻ്റെ കണക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രീമിയം. നമ്മൾ പ്രീമിയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ലക്ഷറി ആണെന്ന്. ഇറ്റ്സ് നോട്ട് ലക്ഷറി. ഒരു കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കിങ്ഫിഷറിൻ്റെ അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കേട്ടോ. കിങ്ഫിഷർ എന്ന് പറഞ്ഞെങ്കിൽ ഒട്ടേറെ ബ്രാൻഡുകളുണ്ട്. കിങ്ഫിഷറിൻ്റെ തന്നെ ഒട്ടേറെ വേരിയൻസ് ഉണ്ട്. അത് ഒരുപാട് തരത്തിലുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ വേരിയൻസ് കിങ്ഫിഷറിനുണ്ട്. അതാണ് വൺ ഓഫ് ഇറ്റ്സ് ബെസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. സൂപ്പർ ക്വാളിറ്റിയാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ കിങ്ഫിഷറിൻ്റെ സ്ട്രോങ് ബിയർ അത്ര പോരെന്ന് ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് വർത്ത് ആക്ച്വലി. പഴയ KF സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് 8% ആൽക്കഹോളിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. ഫേവറേറ്റ് ബിയർ ഫോർ ദ ടൈം ബീയിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്വൈസർ ഈസ് ദ ഫസ്റ്റ് സ്പോട്ട്. കാരണം അതിനെ വെല്ലാൻ വേറെ ആരും ഇല്ല. കാരണം അതൊരു യുണീക്കാണ്. ദ ബെസ്റ്റ് ഇൻ ഇറ്റ്സ് ക്ലാസ് എന്ന് വേണേൽ പറയാം. ഞാൻ ഗോവയിൽ പോയപ്പോഴും ബഡ്വൈസർ പ്രിഫർ ചെയ്തു. ഇവിടെ ആലപ്പുഴയിലും കേരളത്തിലുമാണെന്ന് തന്നെ കൂടുതലും ബഡ്വൈസർ മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ മോസ്റ്റ്ലി. കാരണം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒരു എക്സെപ്ഷണലാണ്. ബഡ്വൈസറിൻ്റെ സ്ട്രോങ് ഉണ്ട്, മാഗ്നോ ഉണ്ട്, പിന്നെ ബഡ്വൈസർ പ്രീമിയം അവൈലബിൾ ആണ്. ഏത് ബിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ്സ് അൺനോൺ ടു MD. വൈറ്റ് റൈനോ എന്ന് പറയുന്ന ഒരു ബിയറാണ്. കാരണം അതൊരു ക്രാഫ്റ്റഡ് ബിയറാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് ആണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് പീലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. അതുകൊണ്ട് തന്നെ അതും ഒരുപാട് പോപ്പുലറാണ്. ഒരുപാട് വിറ്റഴിവുള്ളൊരു ബ്രാൻഡാണ് എന്നാണ് അവർ പറയുന്നത്. നമുക്കിവിടെ അവൈലബിൾ, കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല. ഒരു ബാസിലില്ല, 7 സ്റ്റാർ ബാസിൽ പോലും അത് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ട് പോലില്ല എന്നും പറഞ്ഞു. സോ വൈറ്റ് റൈനോ ആണ് അടുത്ത സ്പോട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു അവസരം കിട്ടും. ഇൻ ഇന്ത്യ ഓർ അക്രോസ് ഇന്ത്യ എവിടെയായാലും നമുക്കൊരു ചാൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കും. നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഓർക്കണം. എപ്പോഴോ ഒരിക്കൽ കേരളത്തിലൊരു യൂട്യൂബർ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ MD ഇതുപോലെ
പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. കഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഓഫ് എ ബിയർ. അതെ, ഒരുപാട് ഞാൻ ആഗ്രഹിച്ച്, ഒരുപാട് ഞാൻ കഴിച്ച്, എന്താ പറയാ, ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ഞാൻ കഴിച്ച ഒരു ബ്രാൻഡ് ഓഫ് എ ബിയർ ആണ് സിംബ. ഞാൻ പല വീഡിയോസിലും ഞാൻ സിംബയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഇപ്പോഴത്തെ നിലവിൽ എനിക്ക് ആലപ്പുഴയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബിയറുകളൊന്നാണ് സിംബ ബിയർ എന്ന്. പക്ഷെ ഇപ്പം കിട്ടാനില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അതുണ്ടാക്കിയാൽ അവരതങ്ങ് നിർത്തിക്കളി. ഇപ്പം നോട്ട് ഓൺലി ബിയേഴ്സ്, ഇൻ എവ്രി ഫീൽഡ് ഓഫ് തിങ്സ് നമുക്ക് നല്ലത് സാധനങ്ങൾ അവർ പെട്ടെന്നങ്ങ് നിർത്തിക്കളി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം സിംബ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ഗ്രോൺ, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. കാരണം ഇത് മറ്റുള്ള ബിയറുകളിൽ നിന്ന് വളരെയധികം എക്സെപ്ഷണലാണ്. അതിൻ്റെ ഫ്ലേവർ ആയാലും, അതിൻ്റെ കിക്കായാലും, അതിൻ്റെ സ്മൂത്ത്നെസ് ആയാലും, ഇറ്റ്സ് സൂപ്പർബ്. കാരണം നല്ലൊരു ബിയറാണ്. കാരണം നമ്മളിപ്പോൾ ഈ കിങ് ഫിഷറിൻ്റെ ഒക്കെ പഴയ കിങ് ഫിഷർ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോഴത്തെ കിങ് ഫിഷറിൻ്റെ പഴയ KF-ൻ്റെ അത്രയും ഒരു പവറില്ലെന്ന് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ആ പഴയ KF-ൻ്റെയും പഴയ നമ്മുടെ ബ്ലാക്ക് ലേബൽ കല്യാണിയുടെയൊക്കെ ഒരു ഫീഡ് കിട്ടുന്നൊരു ബിയർ ആയിരുന്നു സിംബ ബിയർ. സിംബയ്ക്ക് 4 തരത്തിലുള്ള വേരിയൻസ് ഉണ്ട്. 4 types of variants are available for Simba. ആകാശത്തിരുന്ന് വെള്ളമടിച്ചൊരു ബ്രാൻഡാണ്. ഇറ്റ് മീൻസ് ഈ സെയിം ടൈറ്റിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആകാശത്തിരുന്ന് വെള്ളമടിച്ചപ്പോൾ. നിങ്ങൾ ചില കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. സോ ദ സെക്കൻഡ് ലാസ്റ്റ് സ്പോട്ട് ഗോസ് ടു കൊറോണ. നമ്മുടെ COVID-19 ഒന്നും അല്ല കേട്ടോ, ഇറ്റ്സ് കൊറോണ ബിയർ. അതെ, നമ്മുടെ മെക്സിക്കൻ ബിയർ എന്ന് നമ്മളിവിടെ പറഞ്ഞ് പരത്തുന്ന ദ സെയിം കൊറോണ ബിയർ. ബട്ട് ഞാൻ ഇപ്പോഴേ പറയാണ്, ഇതൊരു റെഫറൻസ് ആണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കൊറോണ ബിയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ദ റിയൽ കൊറോണ ബിയർ അല്ല. കൊറോണ ബിയർ ഈസ് എ മെക്സിക്കൻ ബിയർ, ബട്ട് ഇറ്റ് നെവർ റിസംബിൾസ് ദ ഇന്ത്യൻ വേർഷൻ. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ഐറ്റംസ് ആണ്. മനസ്സിലായോ? മെക്സിക്കോയിൽ കിട്ടുന്ന കൊറോണ ബിയർ വേറെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കിട്ടുന്ന കൊറോണ ബിയറും വേറെ. രണ്ടും 2 ഭൂഖണ്ഡത്തിലുള്ളതാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആക്ച്വലി. കാരണം അവിടെ കിട്ടുന്ന ബിയർ അല്ല നമ്മുടെ ഇവിടെ കിട്ടുന്ന ബിയർ. പക്ഷേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബിയർ. അതിന് കിക്കും കാര്യങ്ങളും ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് അടിക്കണ്ട. അതൊരു ജസ്റ്റ് പാർട്ടി ഡ്രിങ്ക് പോലെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലിസ്റ്റിനകത്ത് പെടുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഗൂഗിൾ റെഫറൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ അവതരിപ്പിച്ചത്. ബട്ട് കൊറോണ എനിക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല ബെസ്റ്റ് മൂവിങ്. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ബെസ്റ്റ് മൂവിങ് ബിയേഴ്സ് ആണ്, ബെസ്റ്റ് സെല്ലിങ് ബിയേഴ്സ്. അതായത് കൊറോണ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലിംഗ് ആയാലും അതൊക്കെ ഒരു എക്സെപ്ഷനാണ്. കാരണം ഒരു കറക്റ്റ് മെക്സിക്കൻ ബിയറിൻ്റെ അതേ ലേബലിങ്ങും കാര്യങ്ങളും, പക്ഷേ ദ കണ്ടന്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ റിവ്യൂ ചെയ്തതാണ്, എല്ലാം പറഞ്ഞതാണ്. അതിന് ചെറിയ പോരായ്മകളുണ്ട് നമ്മുടെ കൊറോണ ബിയറിന്. അതായത് അതിനകത്തൊരു നാരങ്ങ, അതായത് കൊറോണ ബിയർ മെക്സിക്കൻ ബിയർ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ അതിനകത്തൊരു ലൈമിൻ്റെ ഒരു ലെമൺ സ്ലൈസ് മുറിച്ചിടണം. അപ്പം അത് കിട്ടുന്ന ഒരു സിട്രസും എല്ലാം കൂടെ കലരുമ്പോഴേ ആ ഒരു ബിയറിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ മാത്രം നിങ്ങൾക്ക് കൊറോണ ബിയർ എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൊറോണ ബിയർ എന്ന് വളരെയധികം പോപ്പുലറാണ്. എവിടെ കണ്ടാലും ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. കാരണം ആ പേര്, ആ ബോട്ടിലിങ് എല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും മൂവിങ് ഉണ്ടാവും, ആൾക്കാർക്ക് മേടിക്കാൻ തോന്നും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ല വേറെ ഒന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. കിക്കും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ പച്ചവെള്ളം കുടിക്കുന്നതിലൊക്കെ തോന്നുള്ളൂ. ഞാൻ നെഗറ്റീവ് പറയാൻ ചിന്തിക്കണ്ട. കാരണം ഞാൻ എന്താണോ അനുഭവിച്ചത്, എനിക്ക് ഫീൽ ആയത്, അത് ഞാൻ നിങ്ങളുടെയൊക്കെ പറയത്തുള്ളൂ. ഞാൻ കൊറോണ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. 4-5 കഴിച്ചിട്ട് ഒരു കിണ്ടിയും തോന്നിയിട്ടില്ല. അത്രേ പറയാനുള്ളൂ. അതിലും ഭേദം ഒരു ബിയർ അടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ അതെ ബിയർ ഈ സാധനം. ഇനി ഒരു സാധനം കൂടെ ബാക്കിയുള്ളൂ. അതായത് 8ാം സ്ഥാനത്ത് ഏത് ബിയറാണ് ദ ബെസ്റ്റ് മൂവിങ്? ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, കിട്ടുന്നതും കിട്ടാത്തതും ഉണ്ട്.
ബട്ട് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ ഡസൻ മാറ്റർ. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ പറയാണ്, കാൾസ്ബർഗ് എന്ന് പറഞ്ഞൊരു ബിയറുണ്ട്. എക്സെപ്ഷണലി യുണീക്ക് ആക്ച്വലി. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ബിയറാണ്. കാൾസ്ബർഗിൻ്റെ തന്നെ ട്യൂബോർഗ് ഉണ്ട്, എലിഫൻറ്റ് സ്ട്രോങ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് കാൾസ്ബർഗ്. പക്ഷെ ഇപ്പോൾ കിട്ടാനില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് കാൾസ്ബർഗ് എന്ന് പറഞ്ഞൊരു ബിയർ എക്സെപ്ഷണലാണ് ആക്ച്വലി. നമ്മൾ മറ്റൊരു ബിയറിനും കിട്ടാത്തൊരു പവർ അതിന് കിട്ടും. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാൾസ്ബർഗ് ഇപ്പോൾ കിട്ടാനില്ല, ഒരു ഗ്രീൻ കളർ കുപ്പിയാണ്. ഫോറിനേഴ്സ് വരെ, എനിക്ക് പരിചയമുള്ള ഫോറിനേഴ്സ് വരെ ഇന്ത്യയിൽ വന്നിട്ട് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ രണ്ട് ബിയേഴ്സേ ഉള്ളൂ. 2-3 വർഷം മുമ്പുള്ള കാര്യം കേട്ടോ. ഒന്ന് കാൾസ്ബർഗ് ആണ്, ഒന്ന് നമ്മുടെ കിങ് ഫിഷർ സ്ട്രോങ് ആണ്. അപ്പോൾ ദ ലാസ്റ്റ് സ്പോട്ട് ഗോസ് ടു കാൾസ്ബർഗ് സൂപ്പർ സ്ട്രോങ് ബിയർ. So, this concludes this segment of MD, which means മദ്യപാനി. അപ്പോൾ പുതിയൊരു ബ്രാൻഡുമായി, പുതിയൊരു സെഗ്മെൻറ്റുമായി MD will be joining you very shortly. Good night and cheers with you all. Have a great sleep.